ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എണ്ണപ്പനയൊക്കെ ഒന്ന് കാണാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണപ്പന ഫാക്ടറിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ നമ്മളിപ്പോൾ അവിടെ വരെ ഒന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫാക്ടറി വരെ ഒന്ന് പോകുന്നതേ ഉള്ളൂ. ആ കാണുന്ന ഗേറ്റില്ല, അതിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. സർക്കാരിൻ്റെ വക തോട്ടത്തിൽ മദ്യപാനവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് എന്ന് നമുക്കുള്ളൊരു സംഭവം. ഇത് വളമൊക്കെ മിക്സ് ചെയ്യുന്ന ബിൽഡിങ്. ഇതാ ഫസ്റ്റ് ഓഫീസ് വരുന്നത്, AMൻ്റെ ഓഫീസ്. ഇതെൻ്റെ അനിയത്തി മോന കേട്ടോ. അതിങ്ങനെ ഓടി നടക്കണം, കയ്യിലൊന്നും ഇരിക്കുന്ന ഇഷ്ടമല്ല. താണ്ട ഗൈസ്, ഇതാണ് എണ്ണപ്പനകൾ. പക്ഷേ ഇത് 4-5 വർഷമായിട്ടുള്ളൂ ഇത് നട്ടിട്ട് കേട്ടോ. ഞങ്ങൾ പോയത് വൈകുന്നേരം സമയമായിരുന്നു, പക്ഷെ എന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. ഇത് എണ്ണപ്പനയുടെ പഴയ കിണർ കേട്ടോ. പുതിയ കിണർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എണ്ണപ്പനക്ക, നല്ല പഴുത്ത കായ കേട്ടോ. ഇതിൽ കേട്ടോ നമ്മളിപ്പോൾ ഫാക്ടറി പോകുന്നത്. പിന്നെ ഇതിൽ പോയാൽ എന്തൊക്കെയോ കാണാനുണ്ട്, വെള്ളച്ചാട്ടം അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വരെ ഒന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫാക്ടറി വരെ പോകുന്നതേ ഉള്ളൂ. ഇതാ കേട്ടോ സെക്കൻഡ് ഓഫീസ് വരുന്നത്. ഇവിടെ രാവിലെ നമ്മൾ സ്റ്റാഫുകളെല്ലാം ജോലിക്കാരെല്ലാം വന്ന് ഒപ്പിട്ടിട്ട് പിന്നെ അവരെല്ലാം ജോലി സ്ഥലത്തായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നത്. ഇത് പിന്നെ പട്ടി ഷോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത കേട്ടോ. ദാണ്ട ഗൈസ്, ഇതാ എണ്ണപ്പനക്ക. ഈ കൊല വെട്ടിയിട്ടാണ് എണ്ണ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് പൊട്ട കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ല നല്ല പഴുത്തക, ആ പരുവാകുമ്പോഴാണ് കൊല വെട്ടുന്നത്. ഇതിപ്പോൾ കിളിച്ച് വരുന്നതേ ഉള്ളൂ.
ഇതാ നമ്മളങ്ങനെ ഫാക്ടറി എത്താറായി. ഇത് പഴയ ഫാക്ടറി കേട്ടോ. പുതിയ ഫാക്ടറി ഇപ്പം ഇവിടുന്ന് മാറിയിട്ടൊരു 22 വർഷത്തോളം ആവുന്നു. പിന്നെ ഇതുപോലത്തെ 2-3 വഴികൾ കാണിച്ചായിരുന്നല്ലോ, അതൊക്കെ ഈ ജോലിക്കാരെയൊക്കെ ഓരോരോ ഡിവിഷനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോരോ ഡിവിഷനിൽ പോകുന്ന വഴികളാണ് ഇതൊക്കെ. നമ്മളങ്ങനെ ഫാക്ടറിയുടെ ഫ്രണ്ട് എത്തി. ഇത് രണ്ടും എൻ്റെ അനിയന്മാരാണ്. ദാണ്ട് ഇത്ര പഴുത്ത കൊലകളാണ് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി വെട്ടുന്നത്. ഈ കൊലകളൊക്കെ ഫാക്ടറി കൊണ്ടുപോകാൻ വേണ്ടി വെട്ടിയിട്ടേക്കുന്നത് കേട്ടോ. ഇത് പഴയ ഫാക്ടറി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ മെഷീനൊന്നും ഇരിപ്പില്ല. മെഷീനൊക്കെ ഇപ്പോൾ പുതിയ ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയി. ഇവിടെ ഇപ്പോൾ ശൂന്യമായിട്ട് കിടക്കുക. ദാണ്ട കണ്ടു, ഇവിടെയൊക്കെ മെഷീൻ ഇരുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. ഇവിടെ നിന്ന് മെഷീനൊക്കെ എടുത്തുകൊണ്ട് പോയല്ലോ. ദാണ്ട ഈ കായാണ് എണ്ണ ഉണ്ടാക്കുന്ന സംഭവം. ഇപ്പോൾ പഴുത്ത കായാകുമ്പോഴാണ് ഓരോ കൊലയും വെട്ടുന്നത്. ഈ സാധനം വെച്ച ഗൈസ് എണ്ണ ഉണ്ടാക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വലിയ പനകൾ. പിന്നെ നേരത്തെ നമ്മൾ കണ്ടതൊക്കെ 4-5 വർഷം ആയിട്ടേ ഉള്ളൂ നട്ടിട്ട്. നമ്മളിപ്പോൾ തിരിച്ച് കയറി വന്നു കേട്ടോ. ആ ആലിൻ്റെ അതിലെ കൂടെ നമുക്കിനി കോട്ടേഴ്സിലോട്ട് പോകേണ്ടത്. ഇതാ ഇപ്പോഴത്തെ കിണർ. ഇവിടെ നിന്നാണ് ഇപ്പോൾ എല്ലാവരും കുടിക്കാൻ വേണ്ടി വെള്ളം കോരുന്നത്. താണ്ട ഇതൊരു കോട്ടേഴ്സാണ് ഗൈസ്. അവിടെ നിന്ന് അങ്ങോട്ട് കോട്ടേഴ്സുണ്ട്. ദാത്ത് കാണുന്നത് ഒരു കോട്ടേഴ്സ്. അവിടെ ആരും ഇല്ല, താമസമില്ല. നമ്മുടെ കോട്ടേഴ്സിലോട്ട് പോകുന്നത് ഇതിലേക്കൂടെ കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ ഇഷ്ടംപോലെ ചെടികളും കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ പോയി. ഇത് അപ്പത്തെ ആൻറ്റിയുടെ കപ്പത്തോട്ടം, ഇത് വാപ്പാടെ കപ്പത്തോട്ടം നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിഴുതിട്ട് ഇപ്പോൾ പുതിയത് നട്ടയാണ്. അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.